ഹായ് ഗൈസ്, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ഫാറൂഖ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ പ്രാവിൻ്റെ കേജിൻ്റെ അടുത്താണ്. എൻ്റെ കയ്യിലൊരു 30ഓളം വെറൈറ്റി പ്രാവുകളുണ്ട്. അപ്പോൾ അതിൽ 2 ആഴ്ച മുന്നേ ഞാനൊരു സെറ്റ് ചൈനീസ് ഔൾ എന്ന് പറയുന്ന ഐറ്റത്തിൽപ്പെട്ട ഒരു പ്രാവിനെയാണ് മേടിച്ചത്. അപ്പോൾ അതിൻ്റെ മെയിലിന് ചെറുതായിട്ട് ഒരു പ്രത്യേകതകളൊക്കെ കാണാനുണ്ട്. അപ്പോൾ ആ പ്രത്യേകതകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടൊരു വീഡിയോ എടുത്താണ്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട നേരെ വീഡിയോക്ക് പോകാം. നമ്മൾ സാധാരണ ഒരു പ്രാവിനെ പിടിക്കാൻ വേണ്ടി കൂട്ട് കൈയിട്ട് കഴിഞ്ഞാൽ ആ പ്രാവ് നമ്മളെ പേടിച്ച് ഒഴിവായി പോവുകയാണ് ചെയ്യുക. പക്ഷേ ഈ ഒരു ചൈനീസ് ഔളിൻ്റെ മെയിൽ പ്രാവ് നേരെ തിരിച്ചാണ്. അത് കൈ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈയിൻ്റെ നേരെ വന്ന് കൊത്തിയും കൊണ്ടേയിരിക്കും. അതാണ് ഞാൻ ഈ പ്രാവിൽ കണ്ട ഒരു പ്രത്യേകത. പിന്നെ അത് നമ്മൾ ഒരു പ്രാവിനെ എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പാറിപ്പോകാനുള്ള ഒരു ടെൻഡൻസിയാണ് കാണിക്കാറ്. പക്ഷേ ഈ ഒരു പ്രാവ് നമ്മൾ കയ്യിൽ പിടിച്ച് സ്വതന്ത്രമാക്കി വിട്ട് കഴിഞ്ഞാലും നമ്മളെ മേത്തുനിന്ന് അങ്ങനെ ഒഴിവായി പോവാറില്ല. അത് ഇങ്ങനെ സാധാരണ ഒരു പ്രാവ് നമ്മൾ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ കുറുകണത് സാധാരണ കാണാറില്ല. പക്ഷേ ഈ ഒരു പ്രാവിന് അങ്ങനെ യാതൊരു പ്രശ്നമില്ല. നന്നായിട്ട് കുറുകണമുണ്ട്. നല്ല ആക്റ്റീവാണ് ആൾ. ഞാൻ ഈ ബേർഡിനെ മേടിച്ചത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്നാണ്. അവനത് ചെറിയ കുഞ്ഞുങ്ങളെ മേടിച്ച് സെറ്റാക്കിയതാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. സാധാരണ ഇങ്ങനൊരു സ്വഭാവം കാണിക്കൽ ചെറിയ കുഞ്ഞുങ്ങളെ നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തുന്ന ടൈമിലൊക്കെ വലുതായി കഴിഞ്ഞാൽ അവർ ഈ സ്വഭാവം കാണിക്കാറുണ്ട്. അത് ഒരു സ്നേഹപ്രകടനം ലാസ്റ്റ് ഒരു കൊത്തായി മാറുകയാണ് സാധാരണ പതിവ്. എനിക്ക് ഇതിൻ്റെ മുന്നേ ഇതുപോലെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു പ്രാവിനെ നിങ്ങൾക്ക് ഇണക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ സിമ്പിളാണ്. അത്ര വലിയൊരു റിസ്ക് ഒന്നുമില്ല. ചെറിയ കുഞ്ഞുങ്ങളെടുത്തിട്ട് ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തി കഴിഞ്ഞാൽ വലുതായി കഴിഞ്ഞാൽ അവർ ഈ സ്വഭാവം കാണിക്കും.